ഈ വാർഡിൽ ആര് ജയിക്കും? അനിൽകുമാർ 100%. 100% ഉറപ്പ്. അനിൽകുമാർ തന്നെ ജയിക്കും. എനിക്കറിയാവുന്നുള്ള ചേട്ടനാണ്. ഉറപ്പായിട്ടും അനിൽകുമാർ തന്നെ ആയിരിക്കും ജയിക്കുന്നത്. അനി ഇവിടെ എല്ലാവർക്കും അറിയാം, എല്ലാ കാര്യത്തിനും എല്ലായിടത്തും ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട്. 100% ഉറപ്പ്. എന്താ പറയാ, അനിൽകുമാറെ ജയിക്കൂ. അവൻ തന്നെ ജയിക്കാനുള്ള, അവൻ നല്ല നമ്മളെ പിള്ളയല്ലേ, അവൻ ജയിക്കട്ടെ, അതാണ് നമ്മക്ക് നല്ലത്. ഈ വാർഡിൽ അനിയെ ജയിക്കുള്ളൂ, അത് ഞാൻ പറയാം, വേറെ പറയാനില്ല. അനി ഇതിന് ഇവിടെ നിന്നിട്ടില്ലല്ലോ, അനി ജയിക്കുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അനിയെ ജയിക്കുള്ളൂ 100%. 100%. കാരണം എന്താണ്? ഈ വാർഡില് ചെയ്യേണ്ട എല്ലാം നല്ല ഇതുപോലെ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നത്. ആരും കുറ്റം പറയാത്ത രീതിയിൽ ഒന്നും എല്ലാം കറക്റ്റ് ആയിട്ടുള്ളത്. വീണ്ടും ഒരു വികസനം നമുക്ക് വേണ്ട. വേറെ കോൺഗ്രസിന്റെ അറിയാലോ, അതാകെ താർന്നു തരുമായിരിക്കണം. ഇവിടെ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷ? ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ശ്രീ അനിൽ ജയിക്കുമെന്നാണ്, അനിൽകുമാർ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100%. അത് 100%. പിന്നെ എന്നുള്ള ഉറപ്പുണ്ട്, വിശ്വാസം. അനിൽകുമാറേ ജയിക്കുള്ളൂ. ഈ വാർഡിന്റെ അവസ്ഥയാണ്. ഈ വാർഡിന്റെ അവസ്ഥ മൊത്തത്തില് അനി ഒരു തരംഗമാണ്. അനി തന്നെ ജയിക്കും, വേറെ ആരും ജയിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ അനിയെ ജയിക്കുള്ളൂ, അനിൽകുമാറെ ജയിക്കുള്ളൂ. വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ കൂടെയൊക്കെ എല്ലാ കാര്യത്തിനും വന്നിട്ടുണ്ട്. അനിൽ ജയിക്കും. അനിലിനൊരു സാധ്യതയുണ്ട്. എനിക്കറിയുന്ന ഉള്ളതല്ലേ, എന്റെ കരുത്ത് കിടക്കുന്നതല്ലേ. 100% അനിൽകുമാറെ ജയിക്കും. സംശയം തരും. പെരുങ്കുഴി വാർഡിൽ ആര് ജയിക്കും? നമ്മളെ വാർഡിൽ ഇവിടെ ആനയാണെന്നാണ് ജയിക്കും, ഉറപ്പായിട്ടും. പുള്ളി അത്രയും ജനസമ്മതിയൊക്കെ ഉള്ള ആളാണ്, പക്കയാണ്, പുള്ളി തന്നെ ജയിക്കുള്ളൂ. ഈ പെരുങ്കുഴി വാർഡിൽ ആര് ജയിക്കാണ് സാധ്യത? അനിൽകുമാർ തന്നെ നല്ലൊരു മികച്ച പാർട്ടിക്കാരനാണ്. നല്ല അടിപൊളിയായിട്ട് മുന്നേറും, നല്ല സഹായങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഒരു പൂർണ്ണ വിശ്വാസങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരാളാണ്. 100% ജയിക്കും. ജയിക്കട്ടെ, അവൻ നാട്ടിലുള്ള പുള്ളി ജയിക്കട്ടെ. അനിയണ്ണനെ ജയിക്കും, അത് ഉറപ്പാണ്. ഈ വാർഡിൽ ആര് ജയിക്കും? അനില് നമ്മളെ പിള്ളയാണ്, നമ്മക്കറിയാവുന്നതാണ്. നമ്മളെ പരിസരത്തുള്ള പലർക്കും പല സഹായവും അവൻ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴൊന്നല്ല, ഇപ്പൊ അവൻ വൈദ്യ കയറി, അതുകൊണ്ട് അവൻ പലർക്കും പല സഹായവും ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാൻസർ രോഗികൾക്ക് അവരെ വീട്ടിൽ 5000 രൂപയൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ജയിക്കുള്ളൂ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഴൂർ പഞ്ചായത്തിലെ പെരുങ്കുഴി ജംഗ്ഷൻ ഉൾപ്പെടുന്ന 10ാം വാർഡിലാണ്. ഈ അഴൂർ പഞ്ചായത്തിൽ തന്നെ ജാതിമത ഭേദമന്യേ സകല വോട്ടർമാരും ഇവിടെ എത്തിയിരിക്കുകയാണ്. കാരണം ഒരു വൻ ജനപ്രവാഹം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇത്രയേറെ ജനപിന്തുണയുള്ള ആ സ്ഥാനാർത്ഥി ആരാണ് നമുക്ക് നോക്കാം. ഇത്ര രാത്രികാലമായിട്ടും വളരെയധികം ചൂട് പിടിച്ച പ്രചാരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ ജനപിന്തുണയുള്ള ആ സ്ഥാനാർത്ഥി ആരാണ് നമുക്ക് നോക്കാം. നമ്മുടെ സ്ഥാനാർത്ഥി. നമസ്കാരം. ഈ രാത്രികാലമായിട്ടും ഇത്രയും പ്രചരണം ചൂട് പിടിച്ച പ്രവർത്തനം നടക്കുന്നുണ്ടോ? അപ്പൊ ഒരു വിജയപ്രതീക്ഷയാണ്. വിജയപ്രതീക്ഷ ഉണ്ട്. കാരണം ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മത്സരം നടക്കുന്നുണ്ട്. പെരുങ്കുഴി ജംഗ്ഷനിലെ 10ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ ഈ വാർഡിന്റെ മുക്കും മൂലയും ഈ വാർഡിലുള്ള എല്ലാ ജനങ്ങളെയും എനിക്കറിയാം. അപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി എന്നെ ഈ വാർഡിൽ മത്സരിക്കാനായിട്ട് നിയോഗിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നവരെല്ലാം തന്നെയാണ് എൻ്റെ ബലം. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വികസന തുടർച്ച നടത്താനാണ് പാർട്ടി എന്നെ നിയോഗിച്ചത്. അത് പൂർണ്ണമായും ഞാൻ നിർവഹിക്കും. ലോക്കൽ സെക്രട്ടറി വിജീഷ് നമ്മളോട് ചേരുന്നുണ്ട്. പെരുങ്കുഴിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവിടെ LDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അനിയണ്ണനെ അറിയാത്തവരായിട്ട് ഈ പ്രദേശത്ത് ആരുമില്ല. കാരണം
ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ പ്രദേശവുമായി നല്ല അടുപ്പമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കേബിളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പേർക്ക് അദ്ദേഹം തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ഏത് കാര്യം എടുത്താലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എടുത്താലും തന്നെ അദ്ദേഹം ഒരുപടി മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അനിയണ്ണനെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഒരു ആവേശത്തിലാണ് ഞങ്ങളിപ്പോൾ. ഒരു കൂട്ടം ചെറുപ്പക്കാരും അതുപോലെ തന്നെ പ്രായഭേദമന്യേ എല്ലാവരും അനിയണ്ണനോടൊപ്പം ഉണ്ട്. ഈ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഭൂരിപക്ഷം കിട്ടുന്നൊരു വാർഡായിട്ട് പെരുങ്ങുഴി ജംഗ്ഷൻ മാറും. ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം തന്നെ ഈ വാർഡിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു വാർഡാണ്. അപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ബാക്കി വാർഡുകൾ വിജയിച്ചു വരുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പെരുങ്ങുഴി ജംഗ്ഷൻ വാർഡും ജയിച്ചു വരും. ആ ഒരു ഉറപ്പിലാണ് ഞങ്ങളെല്ലാവരും. നിലവിലെ അഴൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ പോത്തങ്കോട് ബ്ലോക്ക് ഡിവിഷനിൽ അഴൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന ആർ അനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ അഴൂർ പഞ്ചായത്തിൽ ഒരു LDF തരംഗമാണ് കാണുന്നത്. അതെ, അപ്പൊ അതിന്റെ യാഥാസ്ഥിതി എന്താണ് വിശദീകരിക്കാം? തീർച്ചയായിട്ടും കേരളത്തിലൊട്ടാകെ ഉള്ള ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് അഴൂർ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. ഒരു LDF തരംഗം തന്നെയാണ് അഴൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഉള്ളത്. വലിയ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അത് രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്ന ആളുകൾ പോലും അഴൂർ പഞ്ചായത്തിലടക്കം ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ചുമതലയുള്ള ഒരു ഭരണസമിതി വരണമെന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാവരെയും വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല പരിശ്രമവും നല്ല സഹായവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഈ സാഹചര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു തരംഗം തന്നെയാണ് കേരളത്തിനകത്തുണ്ടായിട്ടുള്ളത് നമ്മുടെ അഴൂർ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. ഈ അഴൂർ പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും നല്ല വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായം പറയാം. അത് വസ്തുതയാണ്. ജനങ്ങൾ കൃത്യമായിട്ടും അവിടെ ഈ പോലെ തന്നെ അവരുടെ അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള സഹായങ്ങൾ ഉൾപ്പെടെ വാങ്ങിക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടും വികസന പ്രവർത്തനം നന്നായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മറ്റ് ഗ്രാമപഞ്ചായത്തുകളെ പോലെയല്ല. തനത് വരുമാനം അല്ലെങ്കിൽ ഓൺ ഫണ്ട് തീരെ കുറഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. പക്ഷേ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യതയോടുകൂടി തനത് വരുമാനം കുറഞ്ഞ പഞ്ചായത്തായിട്ടും നന്നായിട്ട് നടത്താൻ വേണ്ടി കഴിഞ്ഞത് സാധ്യതകളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ്. വാർഡിലെന്തായാലും അനുയായിക്കും ഉറപ്പാണ്. വൻ വിജയ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ പ്രവർത്തകരും ഇവിടുത്തെ നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥിയായ അനിൽകുമാറും. അജിയല്ല നമ്മളെ പ്രതീക്ഷ 100%. പെരുങ്ങുഴി 10ാം വാർഡിലെ വിജയസാധ്യത ആർക്കൊപ്പം എന്ന് പറഞ്ഞത്? അനിലിനൊപ്പം. LDF സ്ഥാനാർത്ഥി അനിലിനോടൊപ്പം 100% ഉറപ്പ്. ഇദ്ദേഹത്തിന് തന്നെയാണ് വിജയസാധ്യത കൂടുതലുള്ള. ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. എല്ലാ കാര്യങ്ങളിലും പുള്ളി മുന്നിട്ട് ഇറങ്ങാറുണ്ട്. എല്ലാവർക്കും അറിയാന്നുള്ളത് നല്ല പരിചയമുള്ള ആളാണ്. പുള്ളി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറെ ജനപിന്തുണയുള്ള സാമൂഹ്യ പ്രവർത്തനം കാരുണ്യ പ്രവർത്തനമായ സഖാവ് അനിൽകുമാർ ഈ പഞ്ചായത്തിൽ ഒരു മെമ്പറായി ഉണ്ടാവുമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന ഈ വികസന തുടർച്ചയ്ക്ക് വികസനം ഉണ്ടാക്കുമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം. ഇനി ഭൂരിപക്ഷം മാത്രം നോക്കിയ വന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഭൂരിഭാഗവും അഭിപ്രായം. ക്യാമറമാൻ അഫ്സലിനോടൊപ്പം രാജേഷ്.